22 നടക്കുന്ന എക്സാമിന് ഉള്ള ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ വരുന്ന ഫൈനൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഈ രൂപത്തിലുള്ളതായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ് വളരെയധികം ശ്രദ്ധിച്ച് കാണുക കേട്ടോ. ആക്ടിവിറ്റി 1 ഇതാണ്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ABC? പിങ്ക് കളറിൽ കൊടുത്തിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ ഈ പിങ്ക് നിറത്തിലുള്ള ഈ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത്. പരപ്പളവ് കണ്ടുപിടിക്കുന്നത് അര ഗുണം പാദം ഗുണം ഉയരമാണ്. അപ്പോൾ അര ഗുണം പാദം 12 ഗുണം ഉയരം, 12 5 60ൻ്റെ പകുതി. 60ൻ്റെ പകുതി എത്രയാണ്? 30 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Second question, a right triangle has the same area of this triangle ABC. If one of its perpendicular side is 12 cm, what is the length of the other side? അതായത് ഈ ട്രയാങ്കിൾ ABC-ക്ക് തുല്യ പരപ്പളവുള്ള, അല്ലെങ്കിൽ ത്രികോണം ABC-ക്ക് തുല്യ പരപ്പളവുള്ള ഒരു മട്ട ത്രികോണം നമ്മുടെ കൈവശം ഉണ്ടെന്ന് വിചാരിക്കുക. ഇഫ് വൺ ഓഫ് ഇറ്റ്സ് പെർപെൻഡിക്കുലാർ സൈഡ് ഈസ് 12 സെൻറ്റിമീറ്റർ, അതായത് കുത്തനെയുള്ള ഒരു വശത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലാർ സൈഡ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ അതർ സൈഡ്? അത് ടീച്ചർ ഒന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഓപ്ഷൻ എയിലെ ഉത്തരം നമുക്ക് 30 കിട്ടിയില്ല, അതൊന്നുകൂടെ കാണിച്ചേക്കാം. അര ഗുണം പാദം ഗുണം ഉയരം, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 5. കട്ട് ചെയ്ത് എഴുതുമ്പോൾ 12ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 6 വരും. സോ 6 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി അവർ ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതേ സെയിം ഏരിയ ഉള്ള പെർപെൻഡിക്കുലാർ എഡ്ജ്, പെർപെൻഡിക്കുലാർ സൈഡ് എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ ഹാസ് ദ സെയിം ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ABC ഇഫ് വൺ ഓഫ് ഇറ്റ്സ് പെർപെൻഡിക്കുലാർ സൈഡ് ഈസ് 12 cm. ഒരെണ്ണത്തിൻ്റെ പെർപെൻഡിക്കുലാർ സൈഡ് 12 ആണ് എങ്കിൽ ഇതിൻ്റെ ഏരിയ എന്താണ്? വാട്ട് ഈസ് ദ ഏരിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതണം? അതായത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. വൺ ഓഫ് ഇറ്റ്സ് പെർപെൻഡിക്കുലാർ സൈഡ്, ഒന്നെങ്കിൽ ബേസ് അല്ലെങ്കിൽ ഹൈറ്റ്, ഇതിൽ ആരെങ്കിലും ഒരാൾ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് 12 ആണ്. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ളത് കൊടുക്കും. ഹാഫ് ഇൻറ്റു ബേസ് 12 ഇൻറ്റു ഹൈറ്റ് ഈസ് ഈക്വൽ ടു 30 വരും. സോ കട്ട് ചെയ്യുമ്പോൾ 6 വരും. സോ 5 ഈസ് ഈക്വൽ ടു 6, 30 ഡിവൈഡഡ് ബൈ 6. 30 ഡിവൈഡ് ബൈ 6 എന്ത് വരും? 5 cm വരും. അപ്പോൾ എങ്ങനെയാണ് ചിത്രം വരുന്നത്? അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ഇങ്ങനെയും വരാം, ബേസ് എന്ന് പറയുന്നത് 5 ഇങ്ങനെയും വരാം. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ. മനസ്സിലായോ? ഇങ്ങനെ എനിക്ക് ചിത്രം വരയ്ക്കുക. ചിത്രം വരയ്ക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു സൈഡ് 12 വന്ന് മറ്റു സൈഡ് എന്തേ വരുള്ളൂ? 5 വരുള്ളൂ. അങ്ങനെയാണ് 12 5 60ൻ്റെ ഹാഫ് എടുക്കുമ്പോൾ 30 സെൻറ്റിമീറ്റർ സ്ക്വയറിന് വരുന്നത് കേട്ടോ. ആക്ടിവിറ്റി 2-ൽ ഫസ്റ്റ് വൺ, എ ഷോപ്പ് കീപ്പർ ഓഫേഴ്സ് 20 rupees റിഡക്ഷൻ ഓൺ ഈച്ച് 100 rupees. ഇഫ് എ വാച്ച് ഓഫ് പ്രൈസ് 950 rupees ഈസ് ബോട്ട് ഫ്രം ദിസ് ഷോപ്പ്, ഹൗ മച്ച് റിഡക്ഷൻ വിൽ വി ഗെറ്റ്? അതായത് ഒരു ഷോപ്പിൽ ഓരോ 100 രൂപയുടെ പർച്ചേസിനും 20 രൂപ കുറച്ച് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ 100 രൂപയുടെ ഒരു സാധനം വാങ്ങി 80 രൂപ കൊടുത്താൽ മതി. 200 രൂപയുടെ സാധനം വാങ്ങിയാൽ 20 രൂപ കുറച്ച് എത്ര വരും? 40 രൂപ കുറഞ്ഞ് 160 രൂപ കൊടുത്താൽ മതിയോ? അങ്ങനെയാണെങ്കിൽ 950 രൂപ വിലയുള്ള ഒരു വാച്ച് വാങ്ങുമ്പോൾ ഹൗ മച്ച് റിഡക്ഷൻ വിൽ വി ഗെറ്റ്? നമുക്ക് എത്ര രൂപ റിഡക്ഷൻ ഇനത്തിൽ നമുക്ക് ലഭിക്കുമെന്നാണ് ചോദ്യം. റിഡക്ഷൻ പ്രൈസ് ഓൺ ഈച്ച് 100 rupees ഈസ് 20. ഓരോ 100 രൂപയ്ക്കും 20 രൂപ കിഴിവുണ്ട്. അപ്പോൾ വാച്ചിൻ്റെ വില എത്രയാണ്? 950 രൂപയല്ലേ? 950 രൂപയാണ് വാച്ചിൻ്റെ വില. അപ്പോൾ അയാൾക്ക് എത്ര നോക്കുക, ഓരോ 100 രൂപയ്ക്കും ഒരു 100 രൂപയുടെ ഒരു സാധനം വാങ്ങിയാൽ നമ്മൾ 80 കൊടുത്താൽ മതിയാവും. വീണ്ടും അടുത്ത 100 വാങ്ങുമ്പോഴും 80 കൊടുത്താൽ മതി. വീണ്ടും 100 വാങ്ങുമ്പം 80 കൊടുത്താൽ. അപ്പോൾ നോക്കുക എത്ര 900-നകത്ത് എത്ര 100 രൂപയുണ്ടെന്ന് നോക്കുക. എത്ര 100 രൂപയുണ്ട്? 900-നകത്ത് 9. അപ്പോൾ 9 ഇൻറ്റു 20, 9 ഇൻറ്റു 20 എത്ര? 180. പിന്നെ ഒരു 50 രൂപയുണ്ടല്ലോ, 50 രൂപയ്ക്ക് കിഴിവ് എത്രയേ വരുള്ളൂ? 100 രൂപയ്ക്ക് 20 രൂപയാണെങ്കിൽ 50 രൂപയ്ക്ക് 10 രൂപയും കൂടെ. അപ്പോൾ ആ 10ഉം കൂടെ ചേർത്താൽ 190 രൂപ എന്ത് ചെയ്താൽ മതി? 950 രൂപ ഫുള്ള് കൊടുക്കണം, വേണ്ട. അതിൽ നിന്നും 190 രൂപ നമുക്ക് എടുക്കാം.
ഓക്കെ, ബാക്കി വില മാത്രം നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ വി വിൽ ഗെറ്റ് ദ റിഡക്ഷൻ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന കിഴിവെന്ന് പറയുന്നത് 190 രൂപയാണ്. 950 രൂപ ഫുള്ളായിട്ട് കൊടുക്കണ്ട, നമ്മൾ എത്ര കൊടുത്താൽ മതിയാവും? 950 നിന്ന് 190 കുറച്ചിട്ടുള്ള പൈസ നമ്മൾ കടയിൽ കൊടുത്താൽ മതിയാവും. അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ₹190. ദെൻ സെക്കൻഡ് വൺ, ദിസ് ഈസ് ദ റിഡക്ഷൻ ഓഫർ ഡിസ്പ്ലേഡ് ഇൻ എ ഷോപ്പ് ഇൻ കണക്ഷൻ വിത്ത് ഓണം. ഒരു ഓണവുമായി ബന്ധപ്പെട്ട ഒരു കടയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന റിഡക്ഷൻ റേറ്റാണ് ഈ നിങ്ങൾ ഒരു ബോക്സിൽ കാണുന്നത്. റിഡക്ഷൻ സെയിലാണ് കടയിൽ 30% റിഡക്ഷൻ എന്ന് കാണിച്ചിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? രാജു ബോട്ട് എ മൊബൈൽ ഫോൺ ഓഫ് കോസ്റ്റ് ₹7,500. വാട്ട് ഈസ് ദ എമൗണ്ട് ഹി ഹാസ് ടു പേ ആഫ്റ്റർ ദ റിഡക്ഷൻ? അപ്പോൾ ഈ റിഡക്ഷൻ സെയിൽ കണ്ടത് 30% റിഡക്ഷൻ സെയിൽ ഉണ്ടെന്ന് പറഞ്ഞാണ് രാജു കടയിൽ കയറുന്നത്. അപ്പോൾ കടയിൽ കയറി അയാൾ എന്ത് ചെയ്തു? ഒരു ഫോൺ വാങ്ങുക. ഫോണിൻ്റെ വില എത്രയാണ്? 7,500 രൂപയാണ്. അപ്പോൾ അതിൽ ഒട്ടിച്ചിരിക്കുന്ന വിലയാണ് 7,500. അപ്പോൾ അയാൾ 7,500 കൊടുക്കണോ? വേണ്ട. എന്ത് ചെയ്താൽ മതി? വാട്ട് ഈസ് ദ എമൗണ്ട് ഹി ഹാസ് ടു പേ ആഫ്റ്റർ ദ റിഡക്ഷൻ? റിഡക്ഷൻ കഴിഞ്ഞ് അയാൾ എത്ര രൂപ കൊടുത്താൽ മതിയാവും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ 7,500ൻ്റെ 30% എത്രയാണെന്ന് കണ്ടെത്തുക. അത് കഴിഞ്ഞിട്ടുള്ള പൈസ മാത്രം നമ്മൾ ആ കടയിൽ പേ ചെയ്താൽ മതി. ഓക്കെ, ദ പ്രൈസ് ഓഫ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് 7,500 രൂപയാണ്. നിലവിൽ ആ മൊബൈൽ ഫോണിൻ്റെ വില 7,500 ആണ്. റിഡക്ഷൻ എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 30%. അപ്പം നമ്മൾ വിലക്കിഴിവ് ഏത് എമൗണ്ടിലാണ് വരുന്നത്? അപ്പം നമ്മൾ 30% കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ശതമാനം കണ്ടുപിടിച്ചാൽ മതി? 100, അതായത് 100 - 30 ആയ 70% കണ്ടുപിടിച്ചാൽ മതി. എന്തിൻ്റെ? 7,000. അപ്പോൾ ആഫ്റ്റർ ഡിസ്കൗണ്ട് മൊബൈൽ ഫോണിൻ്റെ വില 7,500ൻ്റെ 70% കണ്ടുപിടിച്ചാൽ മതിയോ? രണ്ടും കട്ടായി 750 × 7 എന്ന് പറയുമ്പോൾ 5,150 രൂപ. ഓക്കെ.